പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാട്ടിയാല പാൻ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. തുണിയെ നമ്മൾ നാലാക്കി മടക്കിയിരുന്നു. ആദ്യം ഒന്ന് ഇങ്ങനെ മടക്കിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഒന്ന് ഇങ്ങോട്ടും കൂടെ മടക്കണം. 40 ഇഞ്ച് ഇറക്കാണ് നമുക്ക് വേണ്ടത്. അതിൽ 8 ഇഞ്ച് മുകളിലേക്ക് പോകാനുണ്ട്. അതിൻ്റെ ബാക്കിയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ 32 ഇഞ്ചാണ് വേണ്ടത്. 32 കൂടെ 2 കൂടെ കൂട്ടിയിട്ട് നമുക്ക് 34 ഇഞ്ച് അടയാളപ്പെടുത്താം. ഈ ഭാഗത്ത് അടയാളപ്പെടുത്തണം. നമുക്കിതിവിടെ വരയാം. ഇനി നമ്മൾ വണ്ണതിൽ 20.25 അത് മൊത്തം നമ്മൾ ഇത് വയ്ക്കുന്നുണ്ട്. ഞെറിട്ട് കൊടുക്കാമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്കൊരു 8.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. 8.5 അടയാളപ്പെടുത്തണം. താഴത്തേക്ക് നമുക്ക് 6.5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് നമ്മൾ 7.5 ഇഞ്ചാണ് വെക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് മടക്കിയടിക്കാൻ പോകണം. ഇനി ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് തുന്നൽ തുമ്പ് പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ 32 കൂടെ 2 ഇഞ്ച് കൂട്ടിയത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ 7.5 ഇഞ്ചിലേക്ക്. ഇനി ഇവിടെ നിന്ന് ചെരിച്ച് മാറ്റുക. ഈ ഭാഗം നമുക്ക് മടക്കിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് വണ്ണം വേണ്ടത് 44 ഇഞ്ച് വണ്ണമാണ്. നമ്മളുടെ ഇത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഈ വണ്ണം ഈ തുണിയിലുള്ള വണ്ണം മുഴുവനെ വെച്ചിട്ടുണ്ട് നമ്മൾ. നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണം. നമുക്കിതിന് ഷേപ്പ് കൊടുക്കണം. അതിപ്പോൾ കൊടുക്കണില്ല, നമ്മൾ തയ്ക്കുമ്പോഴേ കൊടുക്കണുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഓപ്പൺ ആക്കണം. നമ്മൾ മുകൾ ഭാഗം ഓപ്പൺ ആക്കിയാണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇവിടെ ഓപ്പൺ ആണല്ലോ, ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ടൊരു 10 ഇഞ്ച് അടയാളപ്പെടുത്തണം. നമ്മൾ 10 ഇഞ്ച് അടയാളപ്പെടുത്തിയാണ്. ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ഞെറി വെച്ച് കൊടുക്കാനുള്ളതാണ്. നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. 44 ഇഞ്ച് വണ്ണമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് ഞെറി ഇട്ടിട്ട് വേണം ശരിയാക്കി എടുക്കാൻ. നമ്മുടെ താഴത്തെ ഭാഗത്തെ കട്ടിങ് കഴിഞ്ഞു. നമുക്കിനി ഇവിടെ 1/2 ഇഞ്ചും പോകും, അവിടെ 1.5 ഇഞ്ചും പോകുമ്പോൾ ഇതിൽ 32 ഇഞ്ച് ഇറക്കേണ്ടാവുള്ളൂ. ഇനി നമുക്കിത് മുകളിലേക്കുള്ളത് വെട്ടിയെടുക്കണം. മുകളിലേക്ക് നമുക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമുക്ക് 10 ഇഞ്ച് അടയാളപ്പെടുത്താം. നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇത് 4 മടക്കാണ്. ഇതിൽ 40 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം. 10 ഇഞ്ചിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് 1.5 ഇഞ്ച് വേണം മടക്കിയെടുക്കാൻ. താഴെ ഭാഗത്തേക്ക് 1/2 ഇഞ്ച് തുന്നൽ തുമ്പ് പോകും. മൊത്തത്തിൽ 40 ഇഞ്ച് വണ്ണുണ്ട്. ബാക്കി വരുന്നത് നമുക്ക് ഇനി 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒരു 6 ഇഞ്ച് വെട്ടിയെടുക്കാം. ഇതൊന്നൊരു 6 ഇഞ്ച് വെട്ടിയെടുക്കാം. ഇത് നീളം 10 ഇഞ്ചുണ്ട്. ഇതൊന്നൊരു 6 ഇഞ്ച് വെട്ടിയെടുക്കണം. ഇത് മടക്കി അടിക്കാനൊക്കെ ഉണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഈ പീസ് ഇനി തയ്ക്കുമ്പോൾ അതിൽ കൂട്ടി യോജിപ്പിക്കണം. നമ്മുടെ കട്ടിങ് കഴിഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് തയ്ക്കുന്ന വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.